നമസ്കാരം. ഇന്നത്തെ മാനസികാരോഗ്യം എന്നുള്ള വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്ന ഡോക്ടർ ബ്രെൽവിയാണ്. ഇദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിൽ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെന്റർ നടത്തുകയാണ്. ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 2 വർഷത്തിലേറെയായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് കൂടിയാണ്. അപ്പോൾ ഡോക്ടർക്ക് ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മോട് പങ്കുവയ്ക്കാനുള്ളതെന്ന് ആദ്യം അറിയാം. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറഞ്ഞപ്പോൾ ആണ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ആ ഒരു ഫിലിമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒപ്പമുള്ള പെൺകുട്ടി എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്ക് ചേഞ്ച് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അത് തന്നെ നമ്മളിപ്പോൾ ലൈഫിൽ ഇപ്പോൾ ഹസ്ബൻഡിനാണ് അല്ലെങ്കിൽ വൈഫിനാണെങ്കിൽ ഈ പാർട്ട്നേഴ്സ് തമ്മിലത് മനസ്സിലാക്കി അവർക്ക് ശ്രമിച്ചത് മാറ്റാൻ സാധിക്കാറുണ്ട്. അപ്പം അറിയേണ്ട മറ്റൊരു കാര്യം എന്തെന്നറിയുമോ, ഈ പാർട്ട്ണർ എന്തൊക്കെ സഫർ ചെയ്യേണ്ടി വരും. ഇത് ഒരു നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലല്ലോ, ഒപ്പം ജീവിക്കുന്ന ഒരാൾക്ക് അതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഈ വ്യക്തിയും അനുഭവിക്കുന്നുണ്ടാവും, ചുറ്റുപാടും അനുഭവിക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞങ്ങളൊരു തവണ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ പോയപ്പോൾ ഇതുപോലെ OCD ഉള്ള ഒരാളാണ് ഗസ്റ്റായിട്ട് ചെന്നിരിക്കുന്നത്. ചെന്നൈയിലറിയാം വെള്ളത്തിനധികം ക്ഷാമമുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ട് ഇവർ കുളിക്കാൻ കയറി എങ്ങനെ ഉണ്ടാവും? അവരെ 2 ദിവസത്തേക്ക് ചിലപ്പോൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനും ആ ഒരു കുളിയിൽ തീർന്നു പോകില്ലേ? അപ്പോൾ പാർട്ട്ണർ ഒരുപാട് ബുദ്ധിമുട്ട്. എപ്പോഴും എമ്പതി ഉള്ള ഒരാളാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ എങ്കിൽ. എമ്പതി വേണമല്ലോ. ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ആ വ്യക്തിയുടെ മനസ്സിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഈ പ്രവൃത്തി ചെയ്തേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെ ഇപ്പോൾ ആ സിനിമയിൽ കാണുന്ന പോലെ വളരെയധികം സ്നേഹത്തോടുകൂടി എമ്പതിയോടുകൂടി ഇയാൾക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ ഇവർ കൂടെ ഇരുന്ന് ചെയ്യുമ്പോഴേ സ്വാഭാവികമായിട്ടും അയാൾക്ക് അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഇനി വേറൊരു തലത്തിലുണ്ടോ കേട്ടോ ഈ പറയുന്ന OCD. ചില ആളുകൾക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കണ്ടല്ലേ, 7 തവണ തൊഴുതാലേ തൃപ്തിയാവുള്ളൂ, 6 തവണ തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വളരെയധികം ഈശ്വരവിശ്വാസിയായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഈശ്വരൻ നിന്ന മനസ്സിൽ പറയും, അല്ലെങ്കിൽ ഈശ്വരനെ ചിലപ്പോൾ തല്ലുന്നതായിട്ട് തുപ്പുന്നതായിട്ട് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ചിത്രങ്ങൾ വരും. അത് OCD ട്രൈറ്റ്സ് ആണ്. അതെല്ലാം അത്തരം ചിന്തകൾ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ സൈക്കോതെറാപ്പിസ്റ്റ് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം വരണേ? ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, എൻ്റെ വാല്യൂ സിസ്റ്റത്തിനെ തകർക്കുന്ന രീതിയിലുള്ള എൻ്റെ ചിന്തകൾ വരുമ്പോൾ ഞാൻ വലിയ തെറ്റുകാരനാണെന്നുള്ളൊരു കുറ്റബോധം അയാൾക്കുണ്ടാവും, ഗിൽറ്റ് ഉണ്ടാവും. ആ കുറ്റബോധം ഉണ്ടാകുമ്പോൾ അയാൾ ജീവിതത്തിൽ പലപ്പോഴും അയാൾക്ക് പരാജയങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇത് തുറന്ന് പറയാൻ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അത് അയാളുടെ കുഴപ്പമല്ല എന്നും എന്തെങ്കിലും റീസൺസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കൽ റീസൺസ് ആകാം, എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ആകാം, ചിലപ്പോൾ ഒരു പരിധിവരെ ഹെറിഡിറ്ററി ഫാക്ടർ ആകാം. അല്ല, അത്തരം കാര്യങ്ങളായിട്ട് തിരിച്ചറിയുമ്പോൾ ഇത് അയാളുടെ കുഴപ്പമല്ല. ഇപ്പോൾ ഈശ്വരൻ നിന്നെയാണ് മനസ്സിൽ വന്നത്. ഈശ്വരനെ വലിയ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എൻ്റെ മനസ്സിൽ എന്താ അങ്ങനെ ചിന്തകൾ വന്നത്, ഞാൻ വലിയൊരു തെറ്റല്ലേ ചെയ്യണമെന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന ചില സ്ത്രീകളുണ്ടല്ലോ, 7-8 തവണയൊക്കെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. ആദ്യത്തെ തവണ പോയത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് റിപ്പീറ്റഡായിട്ട്. അപ്പോൾ ഈ നമ്മളുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഈ OCD സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആളുകളുമായിട്ട് മോശം ചിന്തകൾ മനസ്സിൽ കയറുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ അപ്പോൾ അയാളെ പറ്റിയുള്ള ഭാവം എന്തായിരിക്കും? ഒരു ഗിൽറ്റ് അയാളുടെ മനസ്സിലുണ്ടാകുക, കുറ്റബോധം വരികയാണ്, ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള തോന്നൽ. അപ്പോൾ അത്തരം കുറ്റബോധമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നേറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ഒരു കൗൺസിലറുടെ ഒരു സഹായം തേടുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ, നല്ല ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും.